വഖഫ് നിയമ ഭേദഗതിയുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുന്നത് അത് നിർഭാഗ്യകരമാണ്. അത് മറ്റൊരു കാര്യമാണ്. അത് BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കാനും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളാനും രാജ്യത്തെമ്പാടുമുള്ള മുസ്ലിം ദേവാലയങ്ങളെയും അനുബന്ധ സ്വത്ത് വകകളെയൊക്കെ നിയമക്കുരുക്കിലാക്കാനും സാധ്യമാകുന്നതൊക്കെ പൊളിച്ചു കളയുക എന്നവരുടെ ഹോബി നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള അവരുടെ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് വഖഫ് ഭേദഗതി ബിൽ. മുനമ്പത്തെ വിഷയമെന്നത് അത് മറ്റൊരു വിഷയമാണ്. അത് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലം തൊട്ടുള്ള കൈവശാവകാശവും അതുപോലെ തന്നെ ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട വഖഫ്, മട്ടാഞ്ചേരിയിലെ സേട്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് കൂടിക്കുഴഞ്ഞ വിഷയമാണ്. അത് ഫറൂഖ് കോളേജ് അവിടുത്തെ കുടികെടുപ്പുകാർക്ക് പിൽക്കാലത്ത് ആ ഭൂമി വിൽക്കുകയുണ്ടായി, രേഖാമൂലം അവർ അവകാശികളാകുകയുണ്ടായി. പിന്നെ അതിനകത്ത് ഒരു ട്വിസ്റ്റ് വരുന്നത് 2009 അച്യുതാനന്ദൻ സർക്കാർ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അതൊക്കെ മുസ്ലിം ലീഗുകാരും മുസ്ലിം പ്രമാണിമാരും കൈയടക്കിയിരിക്കുകയാണ് എന്നൊരു നരേറ്റീവ് മുൻനിർത്തി അവർ കൊണ്ടുവന്ന നിസാർ കമ്മീഷനാണ് ഈ പറഞ്ഞ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തി രേഖാമൂലം അവിടെ എഴുതി വച്ചത്. അത് കഴിഞ്ഞിട്ട് 2019 ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്, TK ഹംസ വഖഫ് ബോർഡ് ചെയർമാനായ കാലത്താണ് വഖഫ് ബോർഡിൻ്റെ അസറ്റ് രജിസ്റ്ററിൽ മുനമ്പം ഭൂമി എഴുതി ചേർക്കുന്നത്. അതുവരെ വഖഫ് ബോർഡിൻ്റെ അസറ്റ് രജിസ്റ്ററിൽ മുനമ്പം ഭൂമി ഇല്ല. UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെയൊക്കെ നിലപാട് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഈ ഭൂമി വിവാദത്തിൽ അത് മുനമ്പത്തെ കുടികിടപ്പുകാരുടെ അവകാശത്തിനൊപ്പമാണ് തങ്ങളെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ നിലപാട്, അതായത് അവിടുത്തെ കൈവശക്കാരുടെ ഭൂമിയിലെ ഉടമസ്ഥരുടെ അവകാശങ്ങൾക്കൊപ്പമാണ് UDFിന്റെ നിലപാട് എന്ന നിലപാട് എന്ന് മുതൽ? തീർച്ചയായിട്ടും ഇതൊരു വിഷയമായി ഉയർന്നു വന്ന് വിവാദമായി ഇതൊരു നീറുന്ന വർഗീയ പ്രശ്നമാക്കി സംഘപരിവാറൊക്കെ ഉപയോഗിച്ച് ഇത് കുളം തോണ്ടുന്നൊരു സാഹചര്യത്തിൽ കൃത്യമായ നിലപാട് സർക്കാരിനോട് പറയുകയും സർക്കാരിന് സർവകക്ഷി യോഗം വിളിക്കാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നാണ്. നോക്കൂ, 12/12/2022 കേരള നിയമസഭ KP മജീദിന്റെ പ്രസംഗം. വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നിരിക്കെ അനധികൃത കുടിയേറ്റക്കാർക്ക് ഭൂമി പതിച്ചു നൽകുന്ന നടപടിയാണ് മുനമ്പത്ത് സർക്കാർ എടുക്കുന്നത്. അദ്ദേഹം തുടരുന്നു, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക്, മുനമ്പത്തെ ആളുകളെ കയ്യേറ്റക്കാർ എന്നാണ് UDF നിയമസഭയിൽ വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം നൽകിയത്. ഇത് നിയമലംഘനമാണ്. 12/12/2022, അതായത് ഈ നിയമസഭയുടെ കാലയളവിൽ UDF സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിച്ച് പ്രസംഗിച്ച കാര്യമാണിത്. ഇപ്പൊ പിന്നെ ഞങ്ങൾ മുനമ്പത്തെ കൈവശാവകാശത്തിനൊപ്പമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല അഭിലാഷ്, ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതൊരു വഖഫ് ബോർഡിൻ്റെ ആവട്ടെ, ദേവസ്വം ബോർഡിൻ്റെ ആവട്ടെ, ചർച്ചുകളുടേതാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുസ്ഥാപനങ്ങളുടേതാവട്ടെ, അതിൻ്റെ ഭൂമി കയ്യേറുന്ന വിഷയവുമായിട്ട് ഇതിനെ നിങ്ങൾ കൂട്ടിക്കെട്ടരുത്. അത് സ്വാഭാവികമായിട്ടും പൊതുസ്ഥാപനങ്ങളുടെയൊക്കെ ഭൂമി കയ്യേറുന്ന ഒരു വിഷയത്തിൽ ആ ഭൂമി കയ്യേറ്റത്തിനെതിരെയായിരിക്കും നിലപാട്. ആ ഭൂമി കയ്യേറുന്നത് ഇത് 27/2022 റവന്യൂ മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാൻ അനുമതി നൽകിയതിനെതിരെ, സ്പെസിഫിക് ആണ്, മുനമ്പം നിവാസികൾക്ക് അവരുടെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ കരമടയ്ക്കാൻ അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ വാദിച്ചത്, അല്ലാതെ വഖഫുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ജനറൽ ചർച്ചയിൽ നിന്നല്ല. അല്ല, ഇവിടെ നിലവിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ, കോൺഗ്രസിൻ്റെ, കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെ, നിങ്ങളിത് പ്രത്യേകം ആലോചിക്കണം. നിങ്ങൾ ഈ വർഗീയതയ്ക്ക് തീപിടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പിന്നാമ്പുറം ചെകഞ്ഞുകൊണ്ട് ഇവിടെ ആളി കത്തിക്കരുത്. ഇവിടെ വളരെ കൃത്യമായിട്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഐക്യകണ്ഠേന മന്ത്രി V അബ്ദുറഹ്മാനോട് ചെന്ന് കണ്ട് ആവശ്യപ്പെട്ടത് സർവകക്ഷി യോഗം വിളിക്കണം, നിസാർ കമ്മീഷൻ്റെ കണ്ടെത്തൽ അയോഗ്യമാക്കണം, അതിനുതകുന്ന നിയമ നടപടികൾ സ്വീകരിക്കണം, അതുവഴി മുനമ്പത്തെ ഭൂമി പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കണമെന്നാണ്. അതിനു മുമ്പ് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ പല ആളുകൾക്കും വ്യക്തതയില്ലായ്മ ഉണ്ടാകാം. ഇതിനെയൊക്കെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഭൂമി കയ്യേറുന്ന പലരും ഉണ്ടായിരിക്കാം. പക്ഷേ വളരെ പരിഹരിക്കണം എന്നുള്ളതാണ് നിലപാട്. ആ നിലപാട് തന്നെയാണല്ലോ സർക്കാരിനും സ്വാഭാവികമായും എല്ലാ
വിഭാഗം ജനങ്ങൾക്കും, അതായത് സാമൂഹ്യമായും കേരളത്തിൽ ചേരിതിരിവ് ഉണ്ടാകരുത്, സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം തകരരുത്, സാമുദായിക ഐക്യം തകരരുതെന്ന അഭിപ്രായമുള്ള എല്ലാവർക്കും അതേ നിലപാട്. അപ്പോൾ ഈ നിലപാടാണെങ്കിൽ ഇന്ന് പിന്നെ ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സി വേണുഗോപാലും കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിക്കുകയും സർക്കാരിന്റെ പരാജയം കൊണ്ടാണ് ഇത് അപകടകരമായ നിലയിലേക്ക് വന്നത്. അപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് മുതലെടുക്കാം, ബാക്കി ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു പോയാൽ പിന്നെ അത് സാമുദായിക ഐക്യത്തിന്റെ തകരലുമാകും. അഭിലാഷ്, ഞങ്ങൾക്കിത് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധമുള്ള വിഷയമല്ല അഭിലാഷ്. ഇത് കേരളത്തിലെ ഐക്യത്തിലും സാഹോദര്യത്തിലും പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായിട്ട് കഴിഞ്ഞു പോകുന്ന ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വിടവുണ്ടാക്കാൻ നമ്മുടെ പരിസരത്ത് നടക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വിഷം ചീറ്റലുകൾ, ഇതൊക്കെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ നാട് തന്നെ കീറിപ്പറിഞ്ഞ് കത്തിക്കരിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിൽ അതിനകത്ത് ഇടപെടേണ്ടതും നിലപാട് പറയേണ്ടതും ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ജനകീയ നേതാക്കളുടെ കടമയാണ്. ഇതിന് പരിഹാരം കാണാൻ ആത്യന്തികമായിട്ട് കഴിയുക സംസ്ഥാന സർക്കാരിനാണ്. കാരണം അവർ 2009 നിയമിച്ച കമ്മീഷനാണ് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് എഴുതി വെച്ച് അതിനുശേഷം ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി എല്ലാ നിയമക്കുരുക്കും സാങ്കേതിക കുരുക്കും ഉണ്ടാക്കിയത് നിസാർ കമ്മീഷനാണ്. 2019 വേറെ ഒരു കമ്മീഷനെ വെച്ച് എന്തായാലും അക്കാര്യത്തിൽ ഒരു പരിശോധന വീണ്ടും ആകാവുന്നതാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് വിഷയമായി വരേണ്ട വിഷയമല്ല, അക്കാര്യത്തിൽ ഒരു കൺസെൻസസ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം.